ത്തിൻ്റെ അധ്യക്ഷനുമായ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് എപ്പിസ്കോപ്പ പിതാവേ, നമുക്കിവിടെ നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് മുമ്പായി നമ്മോട് സന്ദേശം നൽകിപ്പോയ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അഭിവന്യ മാത്യൂസ് മാർ തിമോസിയോസ് മെത്രാപ്പൊലീത്ത, ഇപ്പോൾ നമുക്ക് സന്ദേശം നൽകിയ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് മലയപ്പറമ്പിലച്ച, അതിനുശേഷം സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ജോർജ് തേക്കടയിലച്ച, യാക്കോബായ സുറിയാനി സഭയിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് അടക്കേപ്പറമ്പിലച്ച, ജ്ഞാനായ അതിരൂപതയായ കോട്ടയത്ത് നിന്നുള്ള ബഹുമാനപ്പെട്ട ജോൺസൺ നീലനിരപ്പേലച്ച, ഷെവലിയർ ഉമ്മച്ചൻ വേങ്കടത്ത്, ശ്രീസഭ സെന്നിച്ചൻ കുര്യൻ, ഡോക്ടർ ജെയ്ക്കും മണ്ണുമൂട്, KCECയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ്, ശ്രീ ബിനോയ് പി മാത്യു, സി ആൻ്റണി ആറിൽ ചിറ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിന് എല്ലാവിധ ഒത്താശകളും നൽകി നമ്മളെ സ്വാഗതം ചെയ്യുകയും ചെയ്ത ഈ മുട്ടിയറ റൂഹാദ് ഖുദ്സ ദേവാലയത്തിൻ്റെ വികാരി പെരിയ ബഹുമാനപ്പെട്ട അബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, സദസ്സിലുള്ള ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കൾ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിലും നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ ഈശോ മിശിഹായ്ക്കും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇന്നിപ്പോൾ നാം മാർ തോമാസ് ലീഹായുടെ ഭാരത പ്രവേശനത്തെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ മാർത്തോമാ ക്രിസ്ത്യാനികളുടേതായ സമുദായ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനാ ശുശ്രൂഷയിലും നമ്മളത് അനുസ്മരിച്ച് പ്രാർത്ഥിച്ചു. ഇനി അങ്ങോട്ട് ഈ ഒരു സമുദായ ഐക്യം, മാർത്തോമാ ക്രിസ്ത്യാനികളുടേതായ സമുദായ ഐക്യം, അതിപ്പോൾ ഇവിടെ പറയപ്പെട്ട എല്ലാ സഭകളിലുമുള്ളവരുടേതായ ഐക്യം എത്രമാത്രം ദൈവം ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് പരിപോഷിപ്പിക്കുവാനും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാനും നമ്മൾ ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നേറണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ ഈയിടെ എന്ന് പറഞ്ഞാൽ 18-ാം തീയതി TOCയിൽ വെച്ച് ഒരു ഇൻ്റർ ചർച്ച് കൗൺസിൽ സമ്മേളനം നടത്തി. 13 സഭാ ശ്രേഷ്ഠന്മാർ വന്നിരുന്നു, വിവിധ സഭകളിൽ നിന്നായിട്ട്. നമ്മുടെ അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും വന്നിരുന്നു. അത് വളരെ വിജയകരമായി നടന്നുവെന്നാണ് അതിൽ സംബന്ധിച്ചവരും അത് റിപ്പോർട്ട് ചെയ്തവരും ഒക്കെ പറയുന്നത്. അത് സംവിധാനം ചെയ്യുവാൻ നമ്മളെ സഹായിച്ച ആളുകളാണ് ഒരു ബഹുമാനപ്പെട്ട ഫിലിപ്പ് നെൽപ്പരപ്പറമ്പിലച്ചൻ, ബഹുമാനപ്പെട്ട തൈലച്ചൻ, അതുപോലെ തന്നെ വളരെയേറെ പരിശ്രമിച്ച ശ്രീ പ്രകാശ് പി തോമസ്, KCCയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഇന്ന് എന്നോട് പറയുകയായിരുന്നു, ആ സമ്മേളനം വളരെ വലിയ ഒരു ഊർജം നമ്മുടെ സഭകളിലെ വിശ്വാസികൾക്കും വൈദിക സഹോദരന്മാർക്കും നൽകിയിട്ടുണ്ട് എന്ന്. ഓരോ സഭയിൽ നിന്നും ധാരാളം വൈദികർ വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം, അന്ന് 19-ാം സമ്മേളനം കഴിഞ്ഞാണ് എനിക്ക് ബഹുമാനപ്പെട്ട സുനിൽ തൈലച്ചൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു ഈ സമ്മേളനത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം ഞാൻ വരുമെന്ന പ്രതീക്ഷയോടെയാണോ വോയിസ് മെസ്സേജ് ഇട്ടതെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ വരുമെന്ന് തീരുമാനിച്ച് വന്നതാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിതയിലും കവിഞ്ഞ് ദീർഘിക്കുകയാണ് ഈ സമ്മേളനം. അതുകൊണ്ട് എൻ്റെ സമ്മേളനം കഴിഞ്ഞ് പോകാനുള്ള അനുവാദം ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവിനോട് ചോദിച്ചിട്ടുണ്ട്. പിതാവ് അനുവദിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നതെല്ലാം അനുവദിക്കാറുണ്ട്. അപ്പോൾ പിതാവിൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് സാധിക്കുന്നില്ല. കാരണം ഞാൻ ചങ്ങനാശ്ശേരിയിലെ 6:30 എല്ലാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എൻ്റെ സെക്രട്ടറി മിക്കവാറും വിളിച്ച് പറഞ്ഞു കാണും 6:30 വരികയില്ല എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പോകണം. അത് നിങ്ങളെ മനസ്സിലാക്കണമെന്ന് മാത്രം പറയുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്,
നമ്മൾ സാധാരണ സഭകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരോ സഭയിലെ ഉന്നത ശുശ്രൂഷകരോ ഒക്കെ കൂടുമ്പോൾ പറയുന്നത് പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് ശേഷം നമ്മുടെ സഭയിലുണ്ടായ പിളർപ്പും ഇനി ഐക്യത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ വരവിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഐക്യം, മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഐക്യം, അത് സാധിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. മറ്റൊരു എക്യുമെനിസ്റ്റ് പ്രസ്ഥാനമാണ്. ഇതും ഒരർത്ഥത്തിൽ സമുദായങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ തേക്കടയിലച്ഛൻ പറഞ്ഞതുപോലെ പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ സമുദായ ഐക്യം അത് പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനെന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എക്യുമെനിസത്തിൽ ദൈവശാസ്ത്രപരമോ സഭാശാസ്ത്രപരമോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിതാക്കന്മാരും മറ്റ് ഉന്നത സഭാ ശുശ്രൂഷകളും തീരുമാനങ്ങൾ എടുക്കും. ആ സഭയുടെ തലവന്മാരുടെ അംഗീകാരത്തോടുകൂടി അത് നമ്മളെ അറിയിക്കും. ഉദാഹരണത്തിന് അടുത്ത കാലത്തുണ്ടായ ഒരു ധാരണയാണെന്ന് നിങ്ങൾക്കറിയാം. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളും സിറോ മലബാർ കത്തോലിക്ക സഭയിലെ അംഗങ്ങളും തമ്മിലുള്ള വിവാഹത്തിന് ഒരു ധാരണ, 2 പള്ളികളിൽ വിളിച്ച് ചൊല്ലി ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് വിവാഹം നടത്തുന്നതിനുള്ള ഒരു ധാരണ വന്നു. അപ്പോൾ ഇതുപോലെയുള്ള ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ട് നമുക്ക് ഉന്നത സഭാ ശുശ്രൂഷകർക്കും പിതാക്കന്മാർക്കും വിട്ടുകൊടുക്കാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ വിശ്വാസികൾക്ക്, സമർപ്പിതർക്ക്, വൈദികർക്ക് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് കത്തോലിക്ക സഭയിലെ വൈദികരെയും അതുപോലെ തന്നെ ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, CSI സഭകളിലെ വൈദികരെയും എല്ലാം ഞാൻ എൻ്റെ സ്വന്തം സഭയിലെ വൈദികരെ പോലെയാണ് കാണുന്നതെന്ന്. എനിക്കതിന് യാതൊരുവിധ വിഷമവും തോന്നാറില്ല. ഒരച്ഛനാണെന്ന് പറഞ്ഞാൽ ആ ഒരു നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും സംസാരിക്കുന്നതിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിനുമൊക്കെ ഉള്ള ഒരു വലിയ ദാഹം എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് ഞാൻ പറയുകയാണ്, ഇന്ന് മുതൽ ഞാൻ വൈദികരോട് മാത്രമല്ല സമർപ്പിതരുള്ള സഭകളിലെ സമർപ്പിതരോടും അതുപോലെ തന്നെ ആത്മായ സഹോദരി സഹോദരന്മാരോടുമെല്ലാം അതേ മനോഭാവത്താൽ നമ്മൾ ഒരേ സഭയിലെ അംഗങ്ങളാണെന്നുള്ള ബോധത്തോടുകൂടി ചിന്തയോടുകൂടി ഞാൻ പെരുമാറാൻ തുടങ്ങും. അത് നിങ്ങളും തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സമുദായ ഐക്യത്തിൻ്റെ ഒരു വലിയ പടിയാണ്, ആദ്യത്തെ പടിയാണ്. നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഇതര സഭയിലെ ഒരു വിശ്വാസിയെ കണ്ടാൽ അദ്ദേഹം എൻ്റെ സഭയിലെ വിശ്വാസി എന്നുള്ള മട്ടിൽ നമ്മൾ സംസാരിക്കുക, സ്നേഹം കാണിക്കുക, സൗഹൃദം പുലർത്തുക, വിശേഷങ്ങൾ ചോദിക്കുക, കുടുംബജീവിതത്തെപ്പറ്റി അന്വേഷിക്കുക, ജോലിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് തുടങ്ങുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വസ്തുത. ഇത് ഗ്രാസ് റൂട്ട് ലെവലാണ്, ഏറ്റവും ആരംഭത്തിൽ നമുക്ക് തുടങ്ങാവുന്ന ഒരു പടിയാണ്. രണ്ടാമത്തതായിട്ടുള്ളത്, നമ്മൾ എല്ലാ സഭകളിലേതുമുള്ള മാർത്തോമാ ക്രിസ്ത്യാനികൾ പുലർത്തിപ്പോരുന്ന ചില പാരമ്പര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിവാഹാഘോഷങ്ങൾ, വിവാഹത്തിൻ്റെ കർമ്മങ്ങൾ കൗതാശികമായിട്ട് എല്ലാ സഭകളിലും ഒരുപോലെ ചെയ്യാനായിട്ട് നമുക്ക് ഉടനെ സാധിക്കുകയില്ല. യാക്കോബായ സഭയുമായിട്ട് സാധിച്ചു, അതുപോലെ കത്തോലിക്കർക്ക് എല്ലാ സഭകളിലുമായിട്ട് ചെയ്യാൻ പറ്റുകയില്ല, ഇതര സഭകൾക്ക് കത്തോലിക്കരുമായിട്ടും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ അതേക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകും. ക്രമേണ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഐക്യത്തിലേക്ക് നമ്മൾ അങ്ങനെയുള്ള തലങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണല്ലോ കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പോൾ പക്ഷേ ആഘോഷങ്ങളിൽ നമ്മൾ നമ്മുടെ സഭാവ്യത്യാസങ്ങൾ കൂടാതെ നമ്മൾ പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്ക് അവരെ വിളിക്കുക, ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല എന്ന് വരികിലും മറ്റു രീതിയിലുള്ള ആ ഒന്നുചേരലിന് അവസരങ്ങൾ ഉണ്ടാക്കാനായിട്ട് നാം പരിശ്രമിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മരിച്ചടക്കിന് ശേഷമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ അന്ത്യകർമ്മങ്ങൾ നമ്മൾ നടത്താറുണ്ട്. 7ൻ്റെ കർമ്മം നടത്തുന്നു, 41 നടത്തുന്നു, അല്ലെങ്കിൽ 30 നടത്തുന്നു, അല്ലെങ്കിൽ ആണ്ടിചാത്തം നടത്തുന്നു. ഇതൊക്കെ നമ്മുടെ ഈ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭകളിലെല്ലാം നിലനിൽക്കുന്ന ചില ആഘോഷങ്ങളാണെങ്കിൽ ആചരണങ്ങളാണ്. അപ്പോൾ ഈ ആചരണങ്ങളിലും നമുക്ക് പരസ്പരം സംബന്ധിക്കാം. നാം ഒട്ടും മടി കാണിക്കരുത്. നമ്മൾ ഒരു സഭയിലുള്ളവർ ഇതര സഭകളിലെ അങ്ങനെയുള്ള സഹോദരന്മാരെയൊക്കെ വിളിക്കണം. നമുക്ക് സൗഹൃദമുള്ളവരെ മാത്രമല്ല, കർത്താവ് പറഞ്ഞ എല്ലാവരെയും വിളിക്കണമെന്നല്ലേ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ വിരുന്ന് കൊടുക്കുന്ന സന്ദർഭങ്ങളിലും നമ്മൾ വിളിക്കുക.
പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ സംബന്ധിപ്പിക്കുന്നാവുന്നിടത്തോളം സംബന്ധിപ്പിക്കുക. ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാർ ഏത് സഭയിൽപ്പെട്ടവരാണേലും മരിച്ചടക്ക ശുശ്രൂഷകളിലെ പ്രാർത്ഥനകളിൽ അവർ പങ്കുചേരുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാ സഭകളും അനുവദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹൃദം വിവിധ സഭകളിലെ വൈദികരോടും ആത്മായ സഹോദരി സഹോദരന്മാരോടും നമ്മൾ പുലർത്താനായിട്ട് ശ്രമിക്കുക. ഇത് ഒരു രണ്ടാമത്തെ പടിയായിട്ട് ഞാൻ പറയുകയാണ്. പിന്നീടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സുഹൃത്തയിൽ അച്ഛൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ഇടവകകൾ കേന്ദ്രമായിട്ടുള്ള അന്തർ സഭാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഇന്റർ ചേർച്ച് സമ്മേളനങ്ങൾ നമ്മൾ നടത്തുക. ഇപ്പോൾ ഇവിടെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. പിതാവിനോടൊപ്പം ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, ആത്മായ ശ്രേഷ്ഠരുണ്ട്. എല്ലാവരും ഈ വിഷയത്തിൽ പ്രവീണരാണ്. എല്ലാവർക്കും ഇതേക്കുറിച്ച് സംസാരിക്കുവാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള സമ്മേളനങ്ങൾ എത്രമാത്രം സംഘടിപ്പിക്കാവോ പ്രാദേശികമായിട്ട് അത്രയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മാർത്തോമാ ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള സമുദായ ഐക്യം നമ്മൾ പുനഃസ്ഥാപിക്കണം. ഈ മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്നിട്ട് ഏഴര പള്ളികൾ സ്ഥാപിച്ചതിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പള്ളികളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ വിവിധ സഭകളിലേക്ക് മാറിയതിന് ശേഷവും നമ്മൾ പുലർത്തിപ്പോരുന്ന പൊതുവായ ആ പൈതൃകവും സംസ്കാരവും നമ്മുടെ ആഘോഷങ്ങളും ആചരണങ്ങളുമെല്ലാം നാം കഴിവതും പങ്കിട്ടുകൊണ്ട് നമ്മുടെ ഈ ജാതി ഐക്യത്തിന് വേണ്ടി, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കണം. അങ്ങനെ നാം അത് പുനരുദ്ധരിക്കുകയാണെങ്കിൽ ഈ ഭാരതത്തിന് നമുക്ക് വലിയൊരു സന്ദേശം കൊടുക്കാൻ സാധിക്കും. ആ ഒരു സന്ദേശമാണ് നമ്മളെ സാധിക്കേണ്ടത്. സമുദായ ഐക്യം പുറത്തുള്ള ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു ക്രൈസ്തവരാണ് അവരെല്ലാവരും. ഓർത്തഡോക്സ് ആകട്ടെ, യാക്കോബായാകട്ടെ, മാർത്തോമയാകട്ടെ, കത്തോലിക്കരാകട്ടെ, കത്തോലിക്കലിലെ 3 വിഭാഗങ്ങളാകട്ടെ, CSA ആകട്ടെ, എന്നുവരികിലും അവരെല്ലാവരും ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ചുകൂടി അവരുടെ പൂർവികരെ അനുസ്മരിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ ഇവരുടെ ഇടയിൽ കൂടുതൽ സ്നേഹഐക്യമുണ്ടെന്ന് വന്നുകൊള്ളും. നമ്മൾ കൂദാശകളിൽ പങ്കുചേരുന്നില്ല എന്നുള്ളത് വലിയൊരു തടസ്സമായിട്ട് ആദ്യം വരികയില്ല. പിന്നീടാണ് നമ്മൾ കൂദാശകളെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിനെ തീർച്ചയായിട്ടും ചരിത്രപരവും അല്ലാത്തതുമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകും. അവയെ എല്ലാം മറികടന്ന് നമ്മുടെ ഐക്യത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഞാൻ മുൻകൂറായിട്ട് ജാമ്യം എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ദീർഘിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പക്ഷേ ഇന്നിവിടെ വരാനും സിർലച്ചൻ വിളിച്ചതനുസരിച്ച് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരാനും അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ ചെറിയൊരു സന്ദേശം നൽകാനും അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സിർലച്ചന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും സന്തോഷത്തോടും